to meditate upon your word and thereby experience your graces upon graces that you have kept for us. We commit everybody in your special blessings and keeping in Christ Jesus' mighty name we pray. Amen. ഇപ്പോൾ നമ്മുടെ ഒരു പാട്ട് ഓപ്പണിംഗ് ഹിം നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായെ പറ്റിയാണ്. അതിന് ആധാരമായി വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിയസ്തൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 27-28 വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിയസ്തൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു.
അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്ന് ഒരുക്കി. മത്തായി ശ്ലീഹായുടെ പേര് ലേവി എന്നാണ്. എന്നാൽ പിന്നീട് ചില പണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് കൊടുത്ത ഒരു നാമമാണ് മത്തായി എന്നുള്ളത്. കർത്താവിനെ സ്വീകരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പുതിയ പേര് എപ്പോഴും ലഭിക്കുന്നു. അതായത് if anyone is in Christ, he or she is a new creation. മത്തായി ശ്ലീഹ നസ്രത്തുകാരനായിരുന്നു. എന്നാൽ ചുങ്കക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചത് കഫർനഹൂം പട്ടണത്തിലാണ്. അത് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. He was a customs officer in Capernaum in the territory ruled by Herod Antipas. മത്തായി ശ്ലീഹ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. അറേമിക്, ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു. പാരമ്പര്യം അനുസരിച്ച് കർത്താവിന്റെ എവങ്കേലിയോൻ ആദ്യമായി എഴുതിയത് മത്തായി ശ്ലീഹയാണ്. അത് അറേമിക് ഭാഷയിലാണ് എഴുതിയത്. പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടു, ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ആ ആദ്യത്തെ എഴുതപ്പെട്ട ആ രേഖകൾ ഇന്നും അവൈലബിൾ ആണ് എന്നുള്ളത് സഭയ്ക്ക് ലഭിച്ച ഒരു അനുഗ്രഹം തന്നെയാണ്. മത്തായി ധനികനും വിവേകിയും സന്മനസ്സുള്ളവനും അയൽക്കാരെ സ്നേഹിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധ അമ്മ കന്യകമറിയാം മത്തായി ശ്ലീഹായെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരം ഇതിനോടനുബന്ധമായ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി നല്ല എളിയ മനസ്ഥിതി ഉള്ളവനായിരുന്നു എന്ന് കന്യകമറിയാം മത്തായിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മത്തായി ശ്ലീഹായും പത്രോസ് ശ്ലീഹായും ഒരേ പ്രായക്കാരായിരുന്നു. അപ്പോസ്തലന്മാരിൽ മത്തായി ശ്ലീഹായും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും മാത്രമേ എവങ്കേലിയോൻ രചിച്ചുള്ളൂ. ഒരു ഗിഫ്റ്റഡ് റൈറ്റർ മത്തായി ശ്ലീഹ. ഹി വാസ് എ ഗിഫ്റ്റഡ് റൈറ്റർ. ഞാൻ ഇന്ന് നമുക്ക് അനുവദിച്ചിട്ടുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ 5 കാര്യങ്ങളാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഒന്ന് ഇപ്പോൾ ഇൻട്രൊഡക്ടറി ആയി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചുങ്കക്കാരെ പറ്റി നമ്മളുടെ തിരുവചനത്തിലും അതുപോലെ യഹൂദന്മാരുടെ സമൂഹത്തിലും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ഇവിടെ ടാക്സ് കളക്ടറെയും പരീശന്റെയും ആ ഒരു ആക്ടഡ് അല്ലെങ്കിൽ ആ ഒരു പാരബിളില് the tax collector standing far off എന്നാണ് എഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. അതായത് എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു അവസ്ഥയായിരുന്നു ചുങ്കക്കാർക്ക് അന്ന് യഹൂദ മലനാട്ടിൽ അല്ലെങ്കിൽ പലസ്തീനിൽ അല്ലെങ്കിൽ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതിലൊരുവനാണ് ഈ ലേവി. എന്താണ് കാരണം? മതബോധമോ ധർമ്മനിഷ്ഠയോ അശേഷം ഇല്ലാത്തവരായി പണസമ്പാദ്യം ആശിച്ച്
വിദേശ മേൽക്കോയ്മയുടെ ഒരു 5-ാം പത്തി എന്ന വണ്ണം സ്വജനമധ്യേ നീച ജോലി ചെയ്യുന്നവരായിട്ട് അത്രേ സമൂഹം അവരെ പരിഗണിച്ചത്, വീക്ഷിച്ചത്. സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത, സമൂഹത്തിൽ വെറുക്കപ്പെട്ട അവസ്ഥയിലാണ് ചുങ്കക്കാരൻ. അവരിൽ ഒരാളാണ് ലേവി. നസ്രത്തുകാരനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, നല്ല മനുഷ്യനായിരുന്നു, മനസ്സൊക്കെ ഉണ്ടെങ്കിലും ജോലി കാരണം സമൂഹം അവനെ വെറുത്തു. ആരാധനാ സ്ഥലങ്ങളിൽ സാക്ഷി പറയാനോ ആരാധനാ സ്ഥലങ്ങളിലെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനോ ചുങ്കക്കാർക്ക് അവകാശമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ 2-ാം ഭാഗത്തേക്ക് ഇൻട്രൊഡക്ടറി റിമാർക്കിന് ശേഷം കർത്താവ് മത്തായിയെ വിളിക്കുന്നു. തലക്കെട്ടായി ഞാൻ കോൾ എന്ന് കൊടുക്കുകയാണ്. എന്നാൽ ജീസസ് had seen the possibilities of Levi. ലേവിയിലെ സാധ്യതകളെ മശിഹാ തമ്പുരാൻ കണ്ടു. Jesus did not look at his defects or demerits of his personality, but he did look at the possibilities of Levi. പ്രിയപ്പെട്ടവരെ, ഒരുവനിലുള്ള ന്യൂനതകളിലല്ല, പിന്നെയോ സാധ്യതകളിലാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവന്റെ ന്യൂനതകൾ കർത്താവ് തമ്പുരാൻ കണ്ടിരുന്നുവെങ്കിലും അവന്റെ സാധ്യതകളിലായിരുന്നു യേശു കർത്താവ് തന്റെ ദൃഷ്ടി കേന്ദ്രീകരിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റിയുള്ള ഒരു സംഭവകഥയായി ഇതിനോടനുബന്ധമായിട്ട് വേദപുസ്തകത്തിൽ ഇല്ലാത്ത മറ്റ് രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. യേശു കപർന്നഹൂമിലെ ചന്തയ്ക്ക് അടുത്ത് നിന്ന് സ്വല്പം മാറി തന്റെ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിന്റെ പ്രസംഗം മത്തായി ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം മത്തായിയും കർത്താവ് തമ്പുരാനും ഒരേ നാട്ടുകാരാണ്. മത്തായി ഒരു നല്ല മനുഷ്യനായിരുന്നത് കൊണ്ട് ഈ മിശിഹാ തമ്പുരാന്റെ നീക്കങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ യാക്കോബുമായിട്ട് കൂട്ടായിരുന്നു എന്നും യാക്കോബിലൂടെ കർത്താവ് തമ്പുരാന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു എന്നും ഒക്കെ ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ കർത്താവ് തമ്പുരാൻ പ്രസംഗിക്കുകയാണ്. യേശുവും മത്തായിയെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ലേവിയെ ശ്രദ്ധിക്കുന്നുണ്ട്, ലേവിയും കർത്താവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വല്പം മാറി കർത്താവ് തന്റെ പ്രസംഗം ചെയ്യുകയാണ്. ഈ പ്രസംഗം മത്തായിക്ക് വേണ്ടി എന്ന അർത്ഥത്തിലല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ പ്രസംഗത്തിനകത്ത് 3 പോയിന്റ് ഒരു പ്രസംഗമാണ് കർത്താവ് തമ്പുരാൻ ചെയ്തതെന്ന്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 3 കാര്യങ്ങൾ മത്തായിയെ വളരെ സ്വാധീനിച്ചു. ഒന്ന്, കർത്താവ് തമ്പുരാൻ ആ സമയത്ത് പ്രസംഗിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സമ്പത്ത് കൊണ്ട് സ്വർഗരാജ്യം നേടാമെന്ന് വ്യാമോഹിക്കേണ്ട. 2, തങ്ങളുടെ സമ്പത്ത് സത്യസന്ധമായി ഉപയോഗിക്കുവാൻ വളരെ കുറച്ചു പേർക്കേ സാധിക്കുകയുള്ളൂ. 3, അനീതിയായി ഒന്നും നേടരുത്, അത് വാഴുകയില്ല, ഉപകരിക്കുകയില്ല. കർത്താവ് തമ്പുരാന്റെ ഈ പ്രസംഗത്തിൽ മത്തായിയെ പിടിച്ചു ഒലച്ചു. ദ വെരി നെക്സ്റ്റ് ഡേ, അതിനടുത്ത ദിവസം ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം തടാക തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഈ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. അതുവഴി കടന്നു പോകുമ്പോൾ കപർന്നഹൂമിൽ ആ സമയത്ത് നാം വായിച്ച വാക്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. ലേവി എന്ന് പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു, എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. 28-ാം വാക്യം. ലേവി got up and left everything and followed Jesus. കർത്താവിന്റെ വിളി, ഈ വിളിയോടുള്ള ലേവിയുടെ പ്രതികരണം, അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ വിളിയുടെ പ്രത്യേകത, മനുഷ്യ നന്മയിൽ വിശ്വസിച്ച ആളായിരുന്നു കർത്താവ് തമ്പുരാൻ. ഇത് ലേവിക്ക് ഒരു പുതിയ പേര്. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗാഡ് എന്നാണ്.
ശീമോന് കർത്താവ് പത്രോസിന്റെ പേര് കൊടുത്തു. ഞാനിവിടെ പരാമർശിക്കുന്നത് കർത്താവിപരമായി കൂട്ടിമുട്ടുന്നവർ ഒരു പുതിയ ആളത്വം, ആ ആളത്വത്തിന് ഉടമയായി തീരുകയാണ്. No one never had such faith in the possibilities of human nature as Jesus had. ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കർത്താവമ്പുരാനുമായുള്ള ഈ കൂട്ടിമുട്ടലിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് നീ പ്രവേശിപ്പിക്കപ്പെടണം. എല്ലാവരാലും വെറുക്കപ്പെട്ട, തന്റെ സ്വന്തം ജനത്താൽ വെറുക്കപ്പെട്ട ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ കഴിയുന്ന, ധനികനാണ്, വിദ്യാഭ്യാസമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞാലും മനസ്സമാധാനമില്ലാതെ ജീവിച്ച ലേവി തന്റെ ഔദ്യോഗിക ജീവിത സാഹചര്യത്തില് അവിടെ ഇരിക്കുമ്പോൾ കർത്താവമ്പുരാൻ അതുവഴി കടന്നു പോകുമ്പോൾ അവനെ വിളിച്ചു, ഫോളോ മീ. He got up and left everything and followed Jesus. ഫോളോ മീ എന്ന കർത്താവിന്റെ ആഹ്വാനത്തിന് നാം എന്ത് മറുപടി കൊടുക്കും? അങ്ങനെ ഒരു മറുപടി കൊടുക്കണമെങ്കിൽ നിന്റെ ഉള്ളം കർത്താവിനായി നീ കൊടുക്കണം. നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. രക്ഷിതാവിനെ കണ്ട് നിനക്ക് രക്ഷിതാവിനെ പിൻപറ്റണമെങ്കിൽ ഈ വിളി കേട്ട് ഈ വിളിക്ക് വിധേയപ്പെടുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തലയാം യേശുവിൽ കയ്യിലേൽപ്പിക്കാൻ നീ, തള്ളയാം യേശുവിൻ കയ്യിലേൽപ്പിക്കാൻ നീ, തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളവേതും നിനക്കേണ്ടാകും നീ, കള്ളമേതും നിനക്കേണ്ടാകും നീ. രണ്ട്, ഹിസ് റെസ്പോൺസ്. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. He left all and rose up and followed him. He obeyed Jesus. He followed Jesus. അവൻ യേശുവിനെ അനുസരിച്ചു, യേശുവിനെ അനുഗമിച്ചു. അത് യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നാം ജീവിതത്തിൽ പലതും വിട്ടുകളയേണ്ടിയിരിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം മുറുകെ പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് നാം തീരുമാനിക്കുന്നുവെങ്കിൽ അത് വിട്ട് എഴുന്നേറ്റ് പഴയതിനെ വിട്ടുകളഞ്ഞ് യേശുവിനെ അനുഗമിക്കേണ്ടിയിരിക്കും. അതുകൊണ്ടാണ് പാട്ടുകാരനോട് ചേർന്ന് തള്ളുക നിന്റെ പാപമില്ല, തള്ളുക, വിട്ടുകളയുക നിന്റെ പാപമില്ല. ഉള്ളം നീ തുറന്ന് കർത്താവിന്റെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ച് ഈ ജീവിതയാത്രയിൽ, ഈ യെരുശലേം യാത്രയിൽ, ഈ സിയോൻ യാത്രയിൽ നമുക്ക് അവനെ അനുഗമിക്കാം. പ്രിയമുള്ളവരെ, കർത്താവുമായുള്ള ബന്ധത്തിൽ പ്രവേശിക്കണമെങ്കിൽ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും വിട്ടുകളയണം. നമ്മുടെ പഴയ അവസ്ഥയെ ദൈവസന്നിധിയിൽ തുറന്നു കാട്ടി അവയെ നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ 1 തിമോത്തി 6:8-11 വരെയുള്ള വാക്യങ്ങൾ. നീയോ അത് വിട്ടോടി ഭക്തി, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. എന്താണ് വിട്ടോടേണ്ടത്? ആ ഭാഗം നോക്കിക്കൊള്ളുക. ദ്രവ്യാഗ്രഹം, മൗഢവും കോശവുമായ പലവിധ മോഹങ്ങൾ. കൊലോസ്യ ലേഖനം 3:8 വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഭോഷ്ക് ഇവയൊക്കെയും വിട്ടുകളവീൻ. 1 കൊരിന്ത്യർ 10:14 പ്രത്യേകം പറയുന്നു, വിഗ്രഹാരാധന വിട്ട് ഓടുവീൻ. അതെ, ദൈവത്തെ കൂട്ടിമുട്ടുമ്പോൾ പല കാര്യങ്ങളും നാം വിട്ടുകളഞ്ഞേ മതിയാകൂ. വിട്ടുകളയേണ്ടത് ഏറ്റവും ആവശ്യം. ലേവി അവന്റെ പാപത്തിന്റെ മേശ വിട്ടുകളഞ്ഞ് ചതിവിന്റെയും പിടിച്ചുപറിക്കലിന്റെയും അനീതിയുടെയും ദ്രവ്യാഗ്രഹത്തിന്റെയും മേശ ഉപേക്ഷിച്ച് അവൻ യേശുവിനെ അനുസരിച്ചു. അവിടെ നിന്ന് അവൻ സകലവും വിട്ട് എഴുന്നേറ്റ്
യേശുവിനെ ഈ ജീവിതയാത്രയിൽ അനുഗമിക്കുകയാണ്. പ്രിയമുള്ളവരെ, he left all and rose up and followed Jesus. Of all the disciples, Matthew gave up the most. Peter, Andrew, James, and John, they could go back to the boats. But Matthew lost a comfortable job, a very good income. But he found a destiny. He found honor. He got a far bigger job. He was entrusted with greater responsibility. Discipleship എന്ന് പറയുന്നത് is a costly affair. നിങ്ങൾക്കറിയാം, വളരെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ജർമ്മൻ ദൈവശാസ്ത്രജ്ഞ ബോൺഹോഫ്, The Cost of Discipleship. നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യനായിരിക്കുക, തനിക്ക് എല്ലാം ഉണ്ടായിരിക്കെ കർത്താവിന്റെ പ്രസംഗം കേട്ട്, അവന്റെ വിളി കേട്ട്, ചന്തസ്ഥലത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ലേവി എന്ന യൗവനക്കാരൻ, അവൻ ആ പാപത്തിന്റെ മേശ വിട്ടുകളഞ്ഞ് അത് ഉപേക്ഷിച്ച് എഴുന്നേറ്റ് വിളി കേട്ട് കർത്താവിനെ ഈ യാത്രയിൽ അനുഗമിച്ചു. അവൻ തിരികെ പോയില്ല. Never ever തിരികെ അവന്റെ ഉപേക്ഷിച്ചതിനെ സ്വീകരിക്കുവാൻ അവൻ പോയില്ല. നമുക്കൊന്ന് പാടി നോക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. മൂന്ന്, ഇപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, the introduction, രണ്ട്, the call. അതിനോട് ചേർന്ന് മൂന്ന്, ഞാൻ നമ്പർ ഒന്ന് മാറ്റി, മൂന്ന്, റെസ്പോൺസ്. He got up, left everything and followed Jesus. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നാലാമത്തെ കാര്യം പറയാനുള്ളത്, അത് what did he do? ലൂക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 28 കഴിഞ്ഞിട്ട് 29 നാം പ്രവേശിക്കുകയാണ്. ഞാൻ വായിക്കട്ടെ, 28, 29 വായിക്കാം. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരും അവരോടുകൂടെ പന്തിയിരുന്നു. അപ്പോൾ ഈ നാലാമതായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വിറ്റ്നസ്. കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കൾ കർത്താവിനെ സാക്ഷിക്കുന്നു. He arranged a great grand reception at his home for Jesus. He was quite rich and he could afford it. And what did he do? തന്റെ ജോലിയെല്ലാം കളഞ്ഞ് കർത്താവിനെ അനുഗമിക്കുകയാണ്. ആ വാക്യം 29-ാം വാക്യം പറയുകയാണ്, ലേവി തന്റെ വീട്ടിൽ കർത്താവിന് ഒരു വലിയ വിരുന്ന് ഒരുക്കി. He arranged a great banquet for Jesus. In other words, this is called witnessing. What does it mean? ആ വാക്യം വീണ്ടും നാം വായിക്കുകയാണ്. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. He invited all of his friends. കർത്താവിന് വേണ്ടി ഒരുക്കിയ വിരുന്നിൽ ചുങ്കക്കാരും വലിയൊരു പുരുഷാരവും അവനോടുകൂടെ പന്തിയിലിരുന്നു.
the sinner introduced his sinful friends to the Savior. Let me repeat, the sinner introduced his sinful friends to the Savior. പ്രിയമുള്ളവരെ, സ്വാഭാവികമായും തീർച്ചയായും അവന്റെ കൂട്ടുകാരെ അവൻ ക്ഷണിച്ചു. അങ്ങനെ യേശുവിന്റെ ശിഷ്യന്മാരും ലേവിയുടെ സുഹൃത്തുക്കൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കൂടി. തന്റെ സുഹൃത്തുക്കൾക്ക് അവൻ യേശുവിനെ കാണുവാൻ അവസരം ഒരുക്കുകയാണ്. Matthew, he was to seek to give others the opportunity to meet Jesus. ഇവിടെ നമുക്ക് മത്തായിലെ ഒരു സുവിശേഷകനെ കാണുവാൻ സാധിക്കും. മത്തായിലെ മിഷണറിയെ ഇവിടെ കാണുവാൻ സാധിക്കും. He began to witness immediately upon conversion. എനിക്കൊരു മാറ്റം ഉണ്ടായത് താന് കർത്താവിനോടുകൂടെയാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു അവസരമാണ്, ഒരു സെലിബ്രേഷൻ ആണത്. മാത്രമല്ല, തന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. ചുങ്കക്കാരും വലിയൊരു പുരുഷാരവും കർത്താവിനോടുകൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരും ഇത് കണ്ടിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകുടിക്കുന്ന എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. വളരെ പ്രസിദ്ധമായ ഒരു വാക്യം നമുക്ക് ഇവിടെ കാണാം. കർത്താവിന്റെ തിരുവായ്മൊഴിയാണ്. അതിനുശേഷം വായിക്കുന്നു 32-ാം വാക്യത്തിൽ, ഞാൻ നീതിമാന്മാരെ അല്ല, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് തമ്പുരാൻ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. Here we see the scribes and Pharisees were always concerned with the preservation of their own holiness than with the helping of others' sin. ഇവിടെ റിലിജന്റെ ഒരു സെൽഫിഷ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രീഷന്മാർക്കും ഈ ഡോക്ടേഴ്സ് ഓഫ് ലോ, ദിസ് ഫാരസീസ്, ഇവർക്ക് അല്ലെങ്കിൽ ഈ ഉന്നതന്മാർക്ക് they were always concerned about their so-called holiness and rituals rather than cosmic salvation. മറ്റുള്ളവരെ പറ്റി, മറ്റുള്ള രക്ഷയെ പറ്റി, പാപികളെ പറ്റി, ദീനക്കാരെ പറ്റി, ബുദ്ധിമുട്ടിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചിന്തയല്ല അവരുടെ മതചിന്ത. അവരുടെ മതചിന്ത എപ്പോഴും അവരുടെ സ്വാർത്ഥതയിലുള്ള ഒന്നായിരുന്നു. മറ്റുള്ളവരെ പറ്റി യാതൊരു ചിന്തയും അവർക്കില്ലായിരുന്നു എന്നുള്ള വിമർശനം നമുക്ക് കണ്ടില്ല എന്നടിക്കുവാൻ സാധിക്കില്ല. They were concerned with criticism than with encouragement. They were concerned to point out the faults of other people that to help them conquer these faults. ഒരു പാപിയെ രൂക്ഷമായി വിമർശിക്കുന്നതിനല്ല, പിന്നെയോ രക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമാണ് സഭ ശ്രദ്ധിക്കേണ്ടത്, നാം ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, they practiced a religion which consists in outward orthodoxy rather than in practical help. To the Pharisee, religion was a kind of ritual, but to Jesus, religion was service and fellowship. മനുഷ്യ നന്മയാണ് കർത്താവിന് പ്രധാനം. പ്രയോഗശൂന്യമായ നിലപാടുകളെ കർത്താവ് അംഗീകരിക്കുന്നില്ല. മനുഷ്യ നന്മയ്ക്ക് പകരം പ്രയോഗശൂന്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സംതൃപ്തി അടയുന്ന സഭയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ സഭയുടെ ദർശനത്തിൽ കാര്യമായ, സഭയുടെ പ്രായോഗിക നിലപാടിൽ കാര്യമായ എന്തോ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തീരും. പ്രിയപ്പെട്ടവരെ, ഇവിടെ താനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ട് അതിനെ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റും. ദിസ് ഇസ് കോൾഡ് സെലിബ്രേഷൻ. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വിറ്റ്നസിംഗ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത്, the sinner
introduced his friends, probably the so-called sinful friends, to the Savior. Here we see that the sinner called Levi introduced his sinful friends to the Savior. And this is called witnessing. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ള ശുശ്രൂഷ, അതിലുള്ള പങ്കാളിത്തം, അതാണ് സാക്ഷ്യം. എന്താണ് ക്രിസ്തീയ സാക്ഷ്യം? അനേകരെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന, കാൽവറിയിലെ ക്രൂശിലെ സ്നേഹത്തിലേക്ക് ആകർഷിക്കുന്ന ദൈവികമായ സ്വർഗീയമായ ശുശ്രൂഷകളിൽ വിവിധ പ്രാകാരേണ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ സാക്ഷ്യം. അത് ഇവിടെ ലേവി മത്തായി നമുക്ക് കാട്ടിത്തരികയാണ്. He became an evangelist by arranging a great banquet for Jesus, and he invited his friends to join him in celebrating the joy of the presence of Jesus at his house. This is called celebration. ഒരു പഴയ ഒരു കോറസിന്റെ രണ്ട് വരി പാടാണ്. യേശുവെ പിൻചെന്നിടും, എന്നാലും പിൻചെന്നിടും, സന്തോഷമായി സാഘോഷമായി യേശുവെ പിൻചെന്നിടും, സന്തോഷമായി സാഘോഷമായി യേശുവെ പിൻചെന്നിടും. വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പ്രാക്ടിക്കൽ വർക്കിന്റെ ഭാഗമായിട്ട് പല വഴികൾ BBS നടത്താൻ പോകണം. അന്ന് പഠിപ്പിച്ച പാട്ടുകൾ ഒരിക്കലും നടക്കില്ല. പിള്ളേരുടെ കൂടെ ആക്ഷൻ സോങ് ഒക്കെ അല്ലേ. എങ്ങനെയാണ് ആ വരി? യേശുവെ പിൻചെന്നിടും. How do I do it? സന്തോഷമായി സാഘോഷമായി യേശുവെ പിൻചെന്നിടും. The joy of celebration I'll follow Jesus. മനോഹരമായ സംസ്കൃത വാക്ക്. സന്തോഷമായി സാഘോഷമായി ഞാൻ യേശുവിനെ പിൻപറ്റും. Not out of depression, not out of frustration, but with joy and courage. ധൈര്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സാഘോഷത്തോടുകൂടിയും പാടി പാടി കീർത്തനം ചെയ്ത് നൃത്തം ചെയ്ത് ഈ ജീവിതയാത്രയിൽ ഞാൻ കർത്താവിനെ പിന്തുടരും. That is what Matthew. That's what he did. അതാണ് അവൻ ചെയ്തത്. കർത്താവിന്റെ പ്രശ്നം കേട്ട് മാനസാന്തരപ്പെട്ടു. കർത്താവ് വിളിച്ചു. കൂടുതൽ ചിന്തിച്ചില്ല. ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ അതിന്ദ്രിയമായ ഒരു അനുഭവം, ട്രാൻസെൻഡന്റ്. അതിനൊരു മിസ്റ്റിക് നേച്ചർ ഉണ്ട്. കർത്താവിന്റെ വിളി അവന് ലഭിച്ചപ്പോൾ അവനെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് പരിഗണിക്കുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചു കാണുകയില്ലായിരിക്കും. അവനെ പോലെ പാപിയായ വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ. എന്നാൽ കർത്താവ് തമ്പുരാൻ അവനെ ക്ഷണിക്കുകയാണ്. He got up and left everything and followed Jesus. How did he do it? And then he arranged a great banquet for Jesus and his disciples at his residence. He introduced his simple friends to Jesus. In other words, he invited his friends to meet Jesus. Mattai oru veliya virunnorikki. That is called celebration. യേശുവെ പിൻചെന്നിടും, എന്നാലും പിൻചെന്നിടും,
സന്തോഷമായി സാഘോഷമായി യേശുവെ പിഞ്ചെന്നിടും. സന്തോഷമായി സാഘോഷമായി യേശുവെ പിഞ്ചെന്നിടും. അവസാനമായി ദി എൻഡ്. എന്താണ് സംഭവിക്കുന്നത്? മത്തായി പലസ്തീൻ നാട്ടിലെ ഈ സുവിശേഷ വേല നിർവഹിക്കുകയാണ്. അനിശ്ചിതമെങ്കിലും ഉദാത്തവും വിട്ടുകളയുന്നതെങ്കിലും കൂടുതൽ ധന്യമായതും പിടിച്ചുകൊള്ളുന്നതും, സാഹസികമെങ്കിലും സന്തോഷമായതും, തുടരുന്നതെങ്കിലും നല്ല പൂർത്തീകരണത്തിന് ഉറപ്പുള്ളതുമായ, വിളിക്കുന്ന കർത്താവിലുള്ള വിധേയത്വത്തില് വിശ്വസ്തതയില് ഒരു ഉത്തമ ശിഷ്യന്റെ മാതൃകയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ. സഭാപിതാവായ മാർ ഐറേനിയസ്, സെയിന്റ് ഐറേനിയസ് ഇപ്രകാരം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് വിശുദ്ധ മത്തായി ശ്ലീഹ പലസ്തീൻ നാട്ടില് യഹൂദരുടെ ഇടയില് കർത്താവിന്റെ സംഗാരോഹണത്തിന് ശേഷം 15 വർഷം സുവിശേഷ വേല ചെയ്തു. സഭാപിതാവായ മാർ ക്ലീമീസ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ എന്ന് പറയും, മാർ ക്ലീമീസ് പിതാവ് തന്റെ രേഖകളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, താൻ എഴുതിയിരിക്കുന്നു. പലസ്തീൻ നാട്ടിലെ 15 വർഷത്തെ സുവിശേഷ വേലയ്ക്ക് ശേഷം എത്യോപ്യ, മാസിഡോണിയ, സിറിയ, പേർഷ്യ, പാർത്തിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹ ഈ സുവിശേഷം പ്രചരിപ്പിച്ചു, സുവിശേഷം പ്രഘോഷിച്ചു. അന്ത്രയോസിന്റെയും മത്തായിയുടെയും പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ, എന്ന അപ്പോക്രിഫൽ റൈറ്റിംഗില് മത്തായി ശ്ലീഹയെ പറ്റിയുള്ള ധാരാളം കഥകളുണ്ട്, മിത്ത് ആൻഡ് ലെജൻഡ്സ്. മത്തായി നരഭോജികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ നരഭോജികള് അത് ആഫ്രിക്കൻ എത്യോപ്യയിൽ ചേർന്ന സ്ഥലങ്ങളാണ്. മത്തായിയെ പിടിച്ച് അവരുടെ ഗോത്ര നേതാവ് പിടിച്ചിട്ടു, തടവിലാക്കി. എന്നിട്ട് ആദ്യം അവരെ കണ്ണ് നോക്കും, ആരോഗ്യമുണ്ടോ, അതിനുശേഷമാണ് ഇത് കഴിക്കാൻ ഇയാളെ കഴിക്കാൻ കൊള്ളാമോ എന്ന് അവർ നിശ്ചയിക്കും. 30 ദിവസം അവർ നിരീക്ഷിക്കും. നമ്മുടെ ഈ ക്വാറന്റൈൻ ഒക്കെ പറഞ്ഞ പോലെ ഒരാളുടെ കിട്ടിയാൽ 30 ദിവസത്തെ ഒബ്സർവേഷന് ശേഷമാണ് അവർ കഴിക്കുന്നത് അത്രേ. ആ ലെജൻഡിൽ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ മത്തായി അവരെ പിടിച്ച് ആദ്യം കണ്ണൊക്കെ നോക്കി, കണ്ണവർ ചൂഴ്ന്നെടുക്കും സാധാരണ. കണ്ണൊക്കെ നോക്കി ചൂഴ്ന്നെടുത്തു എന്ന് പറയുന്നു, എടുത്തില്ല എന്നും പറയുന്നു. അത് കഴിഞ്ഞ് 30 ദിവസത്തെ തടവിലാക്കി. ആ സമയത്ത് മത്തായിയുടെ സ്നേഹിതരായ ശിഷ്യന്മാരിൽ പ്രധാന ശിഷ്യൻ ഒരാളെ അന്ത്രയോസ് അവിടെ ചെല്ലുകയും അങ്ങനെ അത്ഭുതകരമായ മത്തായി തടവിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മത്തായിയുടെ പെർസിക്യൂഷൻ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹത്തെ തീയിലിട്ട സമയത്ത് അതിന് അടുത്തുള്ള സ്ഥലങ്ങളും ഒക്കെ അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്ന സ്ഥലം തീയിട്ടപ്പോൾ അതിനടുത്തുള്ള സ്ഥലങ്ങളെല്ലാം തീയായി. അങ്ങനെ എന്നാൽ മാത്യു he rebuked the fire. മത്തായി ആ അഗ്നിയെ ശാസിക്കുകയും അത് കെടുകയും ചെയ്തു. അവിടെ നിന്ന് മത്തായി അത്ഭുതമായി രക്ഷപ്പെട്ടു. മത്തായി ശ്ലീഹായ വിരോധികൾ, സുവിശേഷവേല മുഖേനയുള്ള വിരോധികൾ കാരണം പല പ്രാവശ്യം കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അതിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ ഇങ്ങനെ നരഭോജികളുടെ ഇടയിൽ പിടിപ്പെട്ട അവസരത്തില് അത്ഭുതകരമായ വിശുദ്ധ അന്ത്രയോസിന്റെ പ്രത്യേക പ്രത്യക്ഷതയിൽ അന്ത്രയോസ് വന്ന് മത്തായി അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവസാനമായി അദ്ദേഹം എത്യോപ്യയിൽ വെച്ച് തന്നെ രക്തസാക്ഷിയാകുകയാണ്. അതായത് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലിയർപ്പണ സമയത്ത് എത്യോപ്യയിൽ വെച്ച് മത്തായി ശ്ലീഹ വധിക്കപ്പെട്ടു.
23 വർഷം എത്യോപ്യയിൽ മത്തായി സ്ലീഹ പാർത്ത് സുവിശേഷ വേല ചെയ്തു എന്നാണ് മത്തായി സ്ലീഹയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ തന്നെ വധിക്കപ്പെട്ടത് ശിരഛേദനം ചെയ്യപ്പെട്ടാണ് എന്ന് പറയുന്നു. അപ്പം പീഡനങ്ങളെ പറ്റി പറയുമ്പോൾ അഗ്നിക്കിരയായി പല പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. ഒരു വലിയ ഭാഗ്യമാണ്, ഒരു ഭാഗ്യമരണമാണ് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ അദ്ദേഹത്തെ ശിരഛേദനം ചെയ്ത് ആ രക്തം അവിടെ ചീന്തപ്പെട്ടു. ഇവിടെ പറയുന്ന 2 മാലാഖമാർ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു വന്നു. മാലാഖമാർ വിശുദ്ധ മത്തായി സ്ലീഹായുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നും വിവരിക്കപ്പെടുന്നു. ഈ അനേകരുടെ അന്ത്യസമയത്ത് ഇപ്രകാരമുള്ള വിവരണങ്ങളുണ്ട്. നമ്മുടെ ഈ മാനുഷികമായ നേത്രങ്ങൾ കൊണ്ട് പലപ്പോഴും സ്വർഗീയ മിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതീന്ദ്രിയമായ കാര്യങ്ങളെ ഗ്രഹിക്കുവാനോ കാണുവാനോ സ്പർശിക്കുവാനോ സാധ്യമല്ല. ആത്മാവിനെ 2 മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് മത്തായിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് രേഖപ്പെടുത്തുമ്പോൾ അവിടെ കൂടിയിരുന്ന വിശ്വാസികൾക്ക് അത് അവരുടെ നഗ്ന നേത്രങ്ങൾക്ക് അത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് സൂര്യഗ്രഹണം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തില്. അതിന് ടൈം ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ചും സൂര്യനെ നഗ്നനേത്രം കൊണ്ട് നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യൂത്ത്സ് ആയാലും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സയന്റിഫിക് ആയിട്ട് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. നമുക്ക് പലതും നമ്മുടെ നഗ്നനേത്രം കൊണ്ട് സാധിക്കും. എന്നാൽ ഈ അകക്കണ്ണ് പലപ്പോഴും കർത്താവ് തന്റെ ദിവ്യ പ്രഭയില്, ദിവ്യ വിചാരണയില്, ദിവ്യ ഉദ്ദേശങ്ങളില് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. മത്തായി സ്ലീഹയെ പറ്റി പറയുന്നത്, മത്തായി സ്ലീഹ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിരഛേദനം ചെയ്യപ്പെട്ട അവസരത്തിൽ 2 മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആത്മാവിനെ അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കൂടിയിരുന്നവർ കണ്ടു. അത് രേഖപ്പെടുത്തി. ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ മത്തായി സ്ലീഹായുടെ The Mortal Remains ഇറ്റലിയിലെ സലേർണോ എന്ന സ്ഥലത്തെ സെയിന്റ് മാത്യൂസ് കത്തീഡ്രൽ, അവിടെ ഈ ശരീരം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. In other words, the St. Matthew's Cathedral at Salerno in Italy contains the body of St. Matthew's. Some relics are the Rome Cathedral of Santa Maria, അവിടെയും സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ മർക്കോസ് കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന വിശുദ്ധ പത്രോസ് സ്ലീഹായുടെ ഭാഷ്യക്കാരനായിരുന്നു. അതായത് പത്രോസ് സ്ലീഹ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മർക്കോസ് എഴുതിയിട്ട് അത് സുവിശേഷമായി നമുക്ക് ലഭിച്ചത്. എന്നാൽ മത്തായി സ്ലീഹയെ സംബന്ധിച്ചിടത്തോളം മത്തായി സ്ലീഹ കർത്താവിനോട് കൂടെ നടന്നയാളാണ്. പത്രോസ് സ്ലീഹയും കൂടെ നടന്നേ, പക്ഷെ മർക്കോസ് എവങ്കിലിയസും കൂടെ ഇല്ല, എപ്പോഴും കർത്താവിന്റെ കൂടെയല്ല. അങ്ങനെയല്ല, അത് നമുക്കറിയാം, അതിന്റെ കാലഘട്ടത്തിന്റെ വ്യത്യാസമൊക്കെ അറിയാമല്ലോ. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്നാൽ മത്തായി സ്ലീഹ തന്റെ സുവിശേഷം രചിക്കുന്നു. അത് എബ്രായ ഭാഷയത്തിൽ, അറാമ്യ ഭാഷയിലാണ്. അറാമ്യ വേദപുസ്തകത്തിന്റെ പ്രാധാന്യം നമുക്ക് സഭാചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി സ്ലീഹ അറാമ്യയിൽ അറാമെക് എഴുതിയ ഈ സുവിശേഷം, ഇനി നമുക്ക് അതാണ് ഈ സിറിയക് എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ ആദ്യം വന്നത് അതാണ്, റഷീത്ത. ആ സുവിശേഷത്തിന്റെ മലയാള പരിഭാഷ നമുക്ക് ലഭിച്ചു. അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട് ഇന്നത്തെ പാശ്ചാത്യ പരിഭാഷകളുമായി ശ്രദ്ധിക്കുമ്പോൾ. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞതും യേശുക്രിസ്തുവിനെ പറ്റി തനിക്ക് അറിയാവുന്നതും കണ്ടതുമെല്ലാം വിദ്യാഭ്യാസമുള്ളവനായ മത്തായി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, പ്രൈമറി സോഴ്സ് എന്നൊക്കെ പറയത്തില്ല, പ്രൈമറി സോഴ്സ്. മാർക്കോസ് എവങ്കിലിയസ് ആണ് സുവിശേഷം എഴുതിയത്. ഒന്നാമത്തെ സുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ അതിന് തർക്കമുണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ. അത് പത്രോസ് സ്ലീഹായിൽ നിന്ന് ലഭിച്ച പല കാര്യങ്ങളുമാണ്. അപ്പോഴത്തേക്ക് അവിടെ അത്
I don't say it is not primary, but some could say secondary, which I do not appreciate. Secondary ഞാൻ പറയില്ല. എന്നാൽ മത്തായി ശ്ലീഹായെ സംബന്ധിച്ചിടത്തോളം it's a first hand experience. This is the primary source. ഡയറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ഒരു ഘടനയെ പറ്റിയൊക്കെ ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. പറയാൻ അത് തന്നെ പറയണമെങ്കിൽ അത് വളരെ ക്രിസ്മസ് അതിന്റെ ജീനിയോളജി മുതൽ മത്തായി ശ്ലീഹാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇത്രയും വിശദമായി ആരും രേഖപ്പെടുത്തിയിട്ടില്ല. എബ്രായ ഭാഷക്കാരോട് അവരെ എയിം ചെയ്ത് തന്നെയാണ് എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞു പത്രോസും മത്തായും ഒരേ പ്രായക്കാരായിരുന്നു. അതിൽ പത്രോസ് ശ്ലീഹ ലോകപ്രകാരം വലിയ പഠിപ്പുള്ള ആളല്ല എങ്കിൽ മത്തായി ശ്ലീഹ ലോകപ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറിയക്ക്, അതിന് ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിലൊക്കെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ഹെറോദ് അന്തിപ്പാസിന്റെ കീഴിലെ കസ്റ്റംസ് ഓഫീസർ ആയിരുന്നു. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞതും യേശുക്രിസ്തുവിനെ പറ്റി താൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ, ഉപദേശങ്ങൾ യേശു പറഞ്ഞ ഭാഷയിൽ തന്നെ മത്തായി ശ്ലീഹ എഴുതി. The language Jesus spoke is very important. Translation alla. Later on translations have come. Let it come. Again and again it will come. അത് ആവശ്യമാണ്. എന്നാൽ കർത്താവ് തമ്പുരാൻ പറഞ്ഞത് തന്നെ ആ ഭാഷയിൽ തന്നെ. അതുകൊണ്ട് ഈ മത്തായിയുടെ ഈ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തില് കർത്താവ് തമ്പുരാൻ പറഞ്ഞ ആ ഭാഷയിൽ തന്നെ ചില വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നും അങ്ങനെ ഏലി ഏലി ലമ്മ ശബക്താനി തലീതാക്കൂനി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എഫ്സാത്ത എന്നൊക്കെ പറയുന്നതിനകത്ത് അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് തമ്പുരാൻ ഉപയോഗിച്ച ഭാഷ വളരെ അതോറിറ്റേറ്റീവ്, ഒഥന്റിക് ആയിട്ടുള്ള ഗോസ്പൽ വിശുദ്ധ മത്തായി ശ്ലീഹായിലൂടെ തിരുസഭയ്ക്ക് ലഭിച്ചുവെങ്കിൽ നാം കർത്താവ് തമ്പുരാനോട് കടപ്പെട്ടിരിക്കുന്നു. മത്തായി ശ്ലീഹായെ വിളിച്ച് വേർതിരിച്ച് അനുഗ്രഹം നൽകി ഈ സംഘത്തിലെ ശ്രേഷ്ഠ ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചുവെങ്കിൽ കർത്താവ് തമ്പുരാൻ വിശുദ്ധ മത്തായി ശ്ലീഹായിലൂടെ സുവിശേഷങ്ങളിലെ ഈ പുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്നു. It's been written in the language that Jesus spoke. പിന്നീട് അത് ഗ്രീക്ക് ഭാഷയിലേക്ക് രേഖപ്പെടുത്തി. അതുകൊണ്ട് വിശദമായും ഭംഗിയായും യേശുക്രിസ്തുവിന്റെ ഉപദേശ സംഹിതകൾ ക്രമീകരിച്ച് അതിന്റെ ജീനിയോളജി മുതൽ അസെൻഷൻ, അതിനുശേഷമുള്ള മിഷൻ, നിയോഗം വരെ വളരെ ക്രമീകൃതമായി ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. AD 60-നും 70-നും ഇടയ്ക്കാണ് വിശുദ്ധ മത്തായി ശ്ലീഹായി മത്തായി സുവിശേഷം രചിക്കപ്പെട്ടത് എന്ന് പണ്ഡിതന്മാര് അവകാശപ്പെടുന്നു. AD 52 മലങ്കര സഭ സ്ഥാപിതമായി മാർത്തോമാ ശ്ലീഹായിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭ AD 52 വന്നുവെങ്കിൽ മത്തായി ശ്ലീഹായുടെ സുവിശേഷം AD 60-നും 70-നും ഇടയ്ക്കാണ് രചിക്കപ്പെട്ടത് എന്ന് ഓർക്കുക. സെപ്റ്റംബർ 21 മത്തായി ശ്ലീഹായുടെ ദിനമായി ആചരിക്കപ്പെടുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നുള്ളതിനേക്കാൾ ഉന്നതമായ ഒന്നിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ഫോളോ മീ എന്ന കർത്താവിന്റെ ആ വിളിയിൽ അനിശ്ചിതത്വത്തിന്റെ വെല്ലുവിളികൾ ഉണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹം. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. പരിചിതവും പ്രിയങ്കരവുമായത് വിട്ടുകളയുവാനായിട്ടാണ് ആഹ്വാനം. നാം ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ബിക്കമിങ്, അതാണ്, അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് കർത്താവിന്റെ വിളി. ഈ വിളി കേൾക്കുന്നതിലൂടെയാണ് ഒരുവന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ, ഒരാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ സാധ്യമായി തീരുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലെ പരസ്യ പ്രസംഗം കേട്ട് തന്നെ ആ വചനത്തിന്റെ വെളിച്ചത്തിൽ മത്തായി ഒരുക്കി. വേറെ ഒരു ലെജൻഡ് പറയുന്നത് യാക്കോവുമായിട്ട് കൂട്ടായിരുന്നത് കൊണ്ട് കർത്താവ് തമ്പുരാൻ നസ്രേത്തുകാരൻ, അല്ലെങ്കിൽ മത്തായി നസ്രേത്തുകാരനാണല്ലോ.
തനിക്ക് വലിയ ഒഫീഷ്യൽ ബ്യൂറോക്രസിയുടെ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുകയാണ്, തന്നെ ആർക്കും ഇഷ്ടമല്ല, താൻ പക്ഷെ ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് തമ്പുരാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റി, അദ്ദേഹത്തിന് എവിടുന്നാണ്, അദ്ദേഹത്തിന് പണം ആവശ്യമുണ്ട് സ്വയം സന്ധാരണത്തിനായി ആയതിലേക്ക് മത്തായി യാക്കോബിന്റെ പക്കൽ കുറച്ച് തുക കൊടുത്തയക്കുമായിരുന്നു. അതായത് ഈ വിളിക്ക് മുൻപുള്ള കാര്യവും പിന്നെ അതിനുശേഷം പിന്നെ ഉള്ളതെല്ലാം കൊടുത്തു. അപ്പോൾ വിളിക്ക് മുൻപ് തന്നെ കർത്താവിനെ വളരെയധികം സാഗൂതം ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമായിരുന്നു മത്തായിയുടേതെന്ന് എഴുത്തുകാർ അവകാശപ്പെടുന്നുണ്ട്. അപ്പം മത്തായിക്കും യാക്കോബിനും കർത്താവ് തമ്പുരാനും മാത്രമേ അറിയുള്ളായിരുന്നു ഈ കാര്യം. അതായത് ഈ തനിക്ക് കർത്താവിനെ സന്ധിക്കേണ്ടതിലേക്ക്, ജീവിത ചെലവുകൾ സന്ധിക്കേണ്ടതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പണക്കിഴി കൂടെ മത്തായി കൊടുക്കുമായിരുന്നു. തനിക്കുള്ളതെല്ലാം, താൻ സമ്പാദിച്ചതും അല്ലെങ്കിൽ തനിക്ക് ലഭിച്ചതും തൻ്റെ ധനികാവസ്ഥയിൽ നിന്ന് തനിക്ക് ലഭിച്ച ശ്രേഷ്ഠമായ എല്ലാ കാര്യങ്ങളും തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഒരു വലിയ മാതൃക ഇവിടെ മത്തായി കാണിച്ചു. അപ്പോൾ ഒന്ന്, ഇൻട്രൊഡക്ടറി റിമാർക്ക് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ട്, ദ കോൾ. ഇവിടെ ഈ കോളിനൊരു ഇംപെറേറ്റീവ് നേച്ചർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ആ വാക്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തു അങ്ങനെ പുറപ്പെട്ട് ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക, ഫോളോ മീ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരാളെ അറിയാം, പലരെ അറിയാം, നിങ്ങൾക്കറിയാം. ഒരു വലിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ഞാൻ പള്ളിയിലെ ഉദാഹരണമായി പറഞ്ഞു. വലിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ, ഭയങ്കര ഇൻകമാണ്. പക്ഷെ അയാൾക്ക് ആ ബിസിനസ്സിനകത്ത് പല കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതായിരുന്നു. ആ ബിസിനസ് അങ്ങനെയാണ്. അനേകരെ സഹായിക്കുന്ന ബിസിനസ്സാണ്, പക്ഷെ അതിനകത്തൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഞായറാഴ്ച വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും പങ്കെടുക്കുക, എവങ്കേലിയം കേൾക്കുകയും അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നല്ല മാർത്തോമക്കാരനായ ചെറുപ്പക്കാരനായിരുന്നു. വൺ ഫൈൻ മോർണിംഗ് ആ പട്ടണത്തില് ഞാൻ വികേന്ദ്രീകരിക്കുമ്പോൾ ഒരു സൺഡേ ശുശ്രൂഷ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ, എനിക്കിനി ആ ബിസിനസ് വേണ്ട. ഞാൻ പറഞ്ഞു അതന്നെ. അദ്ദേഹം പള്ളിക്ക് ധാരാളം സംഭാവനകൾ തരികയും സുവിശേഷ വേലയ്ക്കായി പല കാര്യങ്ങൾ സഹായിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്ക് ബിസിനസ് ഞാൻ നിർത്തുകയാണ്, എനിക്ക് ഇനി വേറെ ഈ ജോലി വേണ്ട, ഈ പരിപാടി ഞാൻ നിർത്തുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും അതെന്ത് അങ്ങനെ ചെയ്യുന്നത്, അത് അങ്ങനെ ചെയ്യരുത്, നമുക്ക് മുമ്പോട്ട് പോകണ്ടേ, കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ചെയ്യാനില്ല. എന്നാ പിന്നെ അച്ഛൻ പ്രസംഗിക്കും. അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തിട്ട് എനിക്ക് ഈ ജോലി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ന്യൂഡൽഹിയിൽ നടന്ന സംഭവമാണ്. ഈ മാർത്തോമ പള്ളിയിലെ സംഭവമാണ് ഞാൻ പറയുന്നത്. ജോലി നിർത്തി, ആ ബിസിനസ് ഉപേക്ഷിച്ചു. ഈ നെവർ റിഗ്രറ്റഡ്. കോടികളാണ് അദ്ദേഹത്തിന് ഇൻകം നഷ്ടമായത്. അദ്ദേഹം പറയുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് എനിക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല, ഞാനത് ഉപേക്ഷിക്കുകയാണ്. He left everything and followed Jesus. വിശുദ്ധ മത്തായി അനേകരുടെ മാനസാന്തരത്തിന് മാതൃകയായി തീർന്നു. റെസ്പോൺസ്. ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ, കോൾ 3, റെസ്പോൺസ് 4, വിറ്റ്നസിംഗ്. കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവർ അനേകരെ കർത്താവിനെ കാണുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് മിഷനറി വർക്ക്, അതാണ് സാക്ഷ്യം. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അനേകരെ ആകർഷിക്കുവാൻ തക്കവണ്ണം ഈ ക്രിസ്തീയ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഹിസ് റിസപ്ഷൻ അറ്റ് ഹോം, അത് ഒരു വിറ്റ്നസിംഗ് ആയിട്ട് മാറി. എങ്ങനെയാണ്?
the sinner introduced his sinful friends to the Savior. അവസാനമായി the end. ഈ എൻഡ് എന്ന് പറയുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യമായി മാറുവാൻ തക്കവണ്ണം കർത്താവ് തമ്പുരാൻ അവനെ വിളിച്ച് വേർതിരിച്ച് ഈ അനുഗ്രഹം അവന് നൽകി. ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റുവാൻ. മനുഷ്യ നന്മയാണ് കർത്താവിന് പ്രധാനം എന്ന് ഓർത്ത് കുറവുകളിലേക്കല്ല, ന്യൂനതകളിലേക്കല്ല, ഒരുവന്റെ സാധ്യതകളിലേക്കാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത് എന്നോർത്ത് കുറവുകളെ പൊറുക്കുന്ന, പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കുറവുകളെ പൊറുക്കുന്ന ദൈവത്തിന്റെ പുത്രന്റെ മഹിമ സന്നിധിയിൽ അവനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഇന്നുള്ളതിനേക്കാൾ ഉന്നതമായ ഒന്നിലേക്കാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തിൽ ഈ വിളിയിൽ അനിശ്ചിതത്വത്തിന്റെ വെല്ലുവിളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി പരിചിതവും പ്രിയങ്കരവുമായ കാര്യങ്ങളെ വിട്ടുകളഞ്ഞ് ബീയിങ് എന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ബിക്കമിങ് എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത് നമുക്ക് അനുഗ്രഹം നൽകി വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹരമായ പാട്ട്. ഉലകസ്ഥാപനത്തിന് മുൻപുളവായ ഒരൻപാൽ തെരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. എന്റെ കൂടെ വൈദികനാകാൻ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ, അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച് ഓണസ്റ്റ് ആയിരുന്നു, വെരി ഓണസ്റ്റ് പേഴ്സൺ. അപ്പൊ ഇന്റർവ്യൂ ചെയ്ത കമ്മിറ്റിക്കാർ ചോദിച്ചു, ആദ്യം തെരഞ്ഞെടുക്കണമല്ലോ, പരീക്ഷയൊക്കെ പാസ്സായി തെരഞ്ഞെടുക്കണം. അവര് ഇന്റർവ്യൂക്കാർ ചോദിച്ചു, എന്താ വരാൻ കാര്യം, വൈ ഡു യു വാണ്ട് ടു ബിക്കം priest in the Martha Church? It's a normal ചോദ്യമാണ്. Since he was very honest to himself, ക്രിസ്വാസ്റ്റ തിരുമേനിയാണ് അതിന്റെ അധ്യക്ഷനെ കണ്ടെത്തിയത്. വലിയ മനുഷ്യൻ, ആരെയും ഹ്യൂമിലേറ്റ് ചെയ്യുകയോ ആരെയും കൊച്ചാക്കുകയോ കളിയാക്കുകയോ, ഒരു കാൻഡിഡേറ്റ് വന്നല്ല, കാൻഡിഡേറ്റിനെ വലിയ ആളായിട്ട് കരുതിയാണ് തിരുമേനി വിനയത്തോടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോ ക്രിസ്വാസ്റ്റ തിരുമേനി ഇങ്ങനെ ഈ ചോദ്യത്തിന് ഈ കാൻഡിഡേറ്റ് എന്താ മറുപടി പറയും എന്ന് സഹൂദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ചോദ്യം വേറെ ആളുകളാ ചോദിച്ചത്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞു, മൈ മോം, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു, മൈ മോം വാണ്ടഡ് മീ ടു ബിക്കം എൻ അച്ഛൻ. ആൻഡ് തിരുമേനി അപ്രീഷിയേറ്റഡ് ഹിസ് ഓണസ്റ്റി. അതെല്ലാം കഴിഞ്ഞ് അമ്മയടുത്ത് പിന്നെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോ അമ്മ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയുണ്ട്, നിനക്ക് വല്ലതും കിട്ടുമോ, എങ്ങനെയുണ്ട്, ചാൻസസ് ഒക്കെ എങ്ങനെയുണ്ട്? അപ്പൊ അവൻ പറഞ്ഞു, ഇങ്ങനെ ആ കാൻഡിഡേറ്റ് നമ്മുടെ സ്നേഹിതൻ പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു, അമ്മയ്ക്ക് നല്ല ആഗ്രഹമാണ് ഞാൻ ഒരു വൈദികനായി തീരുന്നത്. അപ്പോ അമ്മ മോനോട് പറഞ്ഞു, അതാണ് എന്റെ പോയിന്റ്. അമ്മ മോനോട് പറഞ്ഞു, മോനെ, ഇപ്പൊ ഈ കമ്മിറ്റി ഈ വർഷം മോനെ എടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒന്നും എനിക്ക് വിഷയമല്ല. എടുത്താൽ സ്തോത്രം. ഇനി കമ്മിറ്റി ഈ വർഷം എടുത്തില്ല, അടുത്ത വർഷം ഒന്നുകൂടെ അപ്ലൈ ചെയ്താൽ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ മിഷൻ ഫീൽഡിൽ വിടാം, ഒരു വർഷം കഴിഞ്ഞിട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇപ്പൊ അപ്പോയിന്റ് ചെയ്യാം, ഈ ബാച്ച് വേണ്ട എന്നൊക്കെ എന്ത് അവര് എന്ത് പറഞ്ഞാലും ശരി, ഒരു കാര്യം മോനെ ഞാൻ നിന്നോട് പറയാം, ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വൈദികനാകണമെന്ന് നിന്റെ കമ്മിറ്റിയുടെ അടുത്ത് നീ സത്യസന്ധമായി പറഞ്ഞതിനകത്ത് എനിക്കൊരു പ്രയാസമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നീ അതിനായി വിളിക്കപ്പെട്ടവരാണ് എന്റെ ഉദരത്തിൽ വെച്ച് തന്നെ. ആ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അത് നിന്നോട് പറഞ്ഞത്. ആ ബോധ്യം നിനക്കും ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ അത് അക്നോളജ് ചെയ്യുവാനായിട്ട് നിന്റെ ഈ പ്രായത്തിന്റെ പ്രൈഡ് നിന്നെ സമ്മതിക്കുന്നില്ല. ഈ ഓണസ്റ്റ് ആയിട്ടുള്ള ഈ കാൻഡിഡേറ്റ് അമ്മ പറഞ്ഞ കാര്യവും വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സഭ വീണ്ടും ആ അമ്മ വലിയ ദൈവശാസ്ത്ര സത്യമാണ് മകനെ ഓതിക്കൊടുത്തത്. ഞാൻ ആ സംഭവകഥയിലേക്ക് ഇവിടെ അവസാനം അമ്മയുടെ ഉപദേശമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അമ്മ എന്താണ് പറഞ്ഞത്? മകനെ, നീ അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന്
എന്റെ ഉദരത്തിൽ വെച്ച് തന്നെ എനിക്കറിയാം, നിനക്കും അത് അറിയാം. എന്നാൽ അത് ഇപ്പോൾ ഈ പ്രായത്തിൽ, ഈ ലോകത്തിന്റെ മയത്വത്തിൽ നിനക്കത് അംഗീകരിക്കാൻ ഒരു മടിയുണ്ട്. എങ്കിലും മോനെ വിഷമിക്കണ്ട, നീ ഇതിനകത്ത് തന്നെ തിരിച്ചു വരും. അമ്മയുടെ ആ പ്രവചനം സാധ്യമായി. Again he came back to the same route. He had to come. No other go. കർത്താവിനെ തെരഞ്ഞെടുത്തതല്ലേ. ആ വിളി കേട്ടില്ല എന്ന് നിഷേധിക്കുവാനായിട്ട് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അവൻ വീണ്ടും ഈ കമ്മിറ്റ്മെന്റിലേക്ക്, ഇപ്രകാരം ഈ വലിയ ശുശ്രൂഷയിലേക്ക് വീണ്ടും തന്നെ സമർപ്പിക്കുന്നതിന് ഒരു ജ്വലിക്കുന്ന നക്ഷത്രമായി തിരുസഭയുടെ ശുശ്രൂഷയിൽ വിളങ്ങുവാനും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ ആ വ്യക്തിയെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. അതാണ് ഇവിടെ പാട്ടുകാരൻ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാറിപ്പതിനായി കുരിശിൽ കൈവടിഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, അല്പസമയം നിന്റെ വചനത്തിന് മുൻപിൽ ഇരുപ്പാണ്ടപ്പോൾ ഇടയാക്കിയതിനായി സ്തോത്രം. ലേവി എന്ന ചുങ്കക്കാരനെ അവന്റെ വേലസ്ഥലത്ത് നിന്ന് കർത്താവെ നീ വിളിച്ച് വേർതിരിച്ച് നിന്റെ രാജ്യത്തിന്റെ വലിയ സാക്ഷിയാക്കി തീർത്തുവല്ലോ. നിന്നോടുള്ള ബന്ധത്തിൽ ഈ യാത്ര ഒരാഘോഷമാക്കി മാറ്റുവാൻ അവന് നീ കൃപ ചെയ്തുവല്ലോ. ഒരു വലിയ വിരുന്ന് ഒരുക്കി തന്റെ ഭവനത്തിൽ തനിക്കുണ്ടായ രൂപാന്തരത്തിന്റെ അടയാളമായ സാക്ഷ്യമായി തന്റെ സ്നേഹിതന്മാരെ കർത്താവുമായുള്ള ബന്ധത്തിൽ ആക്കേണ്ടതിലേക്ക് കർത്താവെ അവൻ മുഖാന്തരമായി തീർന്നുണ്ട്. ആ സാക്ഷ്യത്തെ വിമർശിച്ച കർത്താവിനെയും ശിഷ്യന്മാരെയും രൂക്ഷമായി വിമർശിച്ച ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ആ മനോഭാവം, അതിന് മറുപടിയായി തിരുവായ്മൊഴി തന്റെ പുത്രൻ തമ്പുരാനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചുവല്ലോ. മത്തായി ശ്ലീഹായ്ക്ക് ലഭിച്ച വിളി, അതിനുള്ള പ്രതികരണം, അവന്റെ സാക്ഷ്യം, അവന്റെ ജീവിത ശുശ്രൂഷ അന്ത്യം ഇന്ന് സഭയ്ക്ക് ഉദാത്തമായ മാതൃകയായി തീർന്നിരിക്കുന്നു. കല്ലെറിയപ്പെട്ടുവെങ്കിലും, അഗ്നിക്കിരയായെങ്കിലും, മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്ന വർഗക്കാരുടെ ഇടയിൽ തടവിലായെങ്കിലും അത്ഭുതമായി അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുത്തുകയും നിന്റെ തിരുസഭയുടെ ശ്രേഷ്ഠമായ കൗദാശിക പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ തന്നെ ശിരച്ഛേദനം ചെയ്യപ്പെട്ട രക്തസാക്ഷിയാകുവാൻ, എന്നാൽ സ്വർഗത്തിന്റെ മാലാഖമാ തന്റെ ആത്മാവിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വിശ്വാസികൾ ആ കണ്ട അനുഭവത്തിന് സാക്ഷ്യത്തിന് ഉദാത്തമായ ജീവിത അന്ത്യം, തന്റെ വിളി, തന്നെ തിരഞ്ഞെടുത്ത അനുഭവം, തന്റെ ശുശ്രൂഷ, ദൈവം തമ്പുരാൻ തനിക്ക് എന്ന വിദ്യാഭ്യാസം, ഭാഷാജ്ഞാനം, അറിവ്, ഇതെല്ലാം വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾക്ക് തിരുവചനം ലഭിക്കേണ്ടതിലേക്ക് മത്തായി ശ്ലീഹ കൃതീകൃതമായി കർത്താവ് തമ്പുരാന്റെ ഉപദേശങ്ങളെയും ജീവിതത്തെയും സംഭവകഥകളെയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ പരഭാഗത്തുള്ള മധ്യസ്ഥതയും ആയതുപോലെ കർത്താവെ ഞങ്ങൾക്കുള്ള നിയോഗത്തെയും മത്തായി ശ്ലീഹായിലൂടെ ലഭിച്ചുവല്ലോ. ആകയാൽ ഉദാത്തമായ ക്രിസ്തീയ മാതൃക രക്തസാക്ഷിയായ ആ ശ്ലീഹായെ പോലെ ഞങ്ങൾ ആകേണ്ടതിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരാകുന്നുവെങ്കിലും ഞങ്ങളെ നീ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിളിച്ചിരിക്കുന്ന ബോധ്യത്തിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കാളിയായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കുറവുകളെല്ലാം പൊറുക്കണമേ. യെശുഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ജീവൻ വിശുദ്ധിയുള്ള റൂഹായുടെ സംബന്ധവും ആവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.